നമ്മൾ കുറേ നാളിന് ശേഷം ഒരു പുതിയൊരു ക്യാമ്പ് സൈറ്റിൽ വന്നതാണ് കേട്ടോ. നല്ലൊരു സ്ഥലമാണ്. ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു ഏരിയയാണ്. ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ്. വലിയ തിരക്കുകളില്ലാത്ത, ആൾക്കാരൊന്നും ഒത്തിരി പേര് വരാത്തൊരു സ്ഥലമാണ്. സിറ്റിയിൽ നിന്നൊക്കെ കുറേ മാറിയ ഒരു ഏരിയയാണ്. ഇവിടെ ഒത്തിരി ആൾക്കാരില്ല. ഒരു അമേരിക്കൻ ഫാമിലി നടത്തുന്ന ഒരു ക്യാമ്പ് സൈറ്റാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് വെച്ചാൽ $25 ഒരു ദിവസം താമസിക്കുന്നതിന്. അപ്പം നമ്മൾ ഏകദേശം 3 ദിവസമായിട്ട് ഇവിടെ താമസിക്കാനുള്ള പ്ലാനിങ്ങാണ്. 3 ദിവസം താമസിക്കാൻ പ്ലാനിങ്ങാണ്. അപ്പോൾ ഒരു ദിവസം $25 ഉള്ളൂ. പക്ഷെ നല്ലൊരു, നമുക്ക് 5 സ്റ്റാർ ഹോട്ടലിലൊന്നും കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഞാൻ രാവിലെ തന്നെ എണീച്ച് റെഡിയായി കഴിഞ്ഞൊരു ട്രെയിനെ കണ്ടു കേട്ടോ. ഇതിനപ്പുറത്ത് തന്നെ ഒരു റിവറുണ്ട്. ആ റിവറിൻ്റെ മേളിൽ കൂടെ ഒരു ചരക്കതി വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോൺ ഷൂട്ട് എടുത്തു. പിന്നെ നമ്മുടെ വണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി. ക്യാമ്പ് സൈറ്റ് ഫുള്ളൊന്ന് കറങ്ങി കാണാമെന്നുള്ള ലക്ഷ്യമായിട്ട് ഒന്ന് വണ്ടി എടുത്ത് ഇറങ്ങി. നല്ല രസമാണ് കേട്ടോ. ഈ ഒരു ഓഫ് റോഡ് ഫീലിംഗ് ആണ്. നമ്മൾ സാധാ റോഡിൽ ഓടിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര ഒരു രസമാണ് ഈ ഓഫ് റോഡിൽ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ഭയങ്കര ഇതൊരു മണലും കല്ലുകളും ഒക്കെ ആയിട്ടുള്ളൊരു റോഡാണ്. ആ റോഡിൽ കൂടി ഇങ്ങനെ ചുമ്മാ വണ്ടി ഓടിച്ച് പോകാൻ തന്നെ ഒരു വൈബാണ് കേട്ടോ. ഭയങ്കര ഒരു രസമാണ്. ഇങ്ങനെ ചുമ്മാ ഓടിച്ചുകൊണ്ട് പോകാൻ തന്നെ രസമാണ്. നമുക്ക് ഈ ക്യാമ്പ് സൈറ്റിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ സന്ദർശകരായിട്ട് ഇപ്പം അവിടെ ഉള്ളത് ഞാനും ഉണ്ട്. വേറെ ചെറിയൊരു പെൺകുട്ടിയുണ്ട്. അത് കുറേ ദൂരം കണ്ടാണ് അവർ ഒരു ക്യാമ്പ് അടിച്ച് താമസിക്കുകയാണ്. അപ്പം ഈ ഭാഗത്ത് അവർ കുറച്ച് ദൂരെയാണ്. ഇത് വലിയൊരു ക്യാമ്പ് സൈറ്റാണ്. അപ്പം പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ തിരക്കുകളൊന്നുമില്ല. അപ്പം നല്ല രസമാണ് ഇങ്ങനെ. അപ്പം നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുള്ള പരിപാടിയൊക്കെ സെറ്റാക്കണം. കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം സെറ്റാക്കും. അപ്പം അതിനുള്ളിൽ ഈ ക്യാമ്പ് സൈറ്റെല്ലാം ഒന്ന് ഓടിച്ചിട്ട് കണ്ടു. ഇതിനപ്പുറത്ത് കുറച്ച് ചെറിയ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ആരും അങ്ങനെ നമ്മുടെ വലിയ ഒത്തിരി കാറുകളോ വണ്ടികളോ ഒന്നും കയറി വരാത്തൊരു സൈറ്റാണ് കേട്ടോ. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത്രയ്ക്ക് ഒരു പീസ്ഫുള്ളായിട്ട് ഒരു പൊല്യൂഷനും ഇല്ലാത്തൊരു ഏരിയയാണ്. അത്രയ്ക്ക് നീറ്റായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ സ്റ്റാഫുകളുണ്ട്, 2-3 സ്റ്റാഫുകളുണ്ട്. ഇത് ക്ലീനാക്കി ഇവിടുത്തെ പ്ലാസ്റ്റിക്കുകളോ ഒക്കെ എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറക്കാനൊക്കെ ആൾക്കാരെ ക്ലീനാക്കി എല്ലായിടത്തും ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല റെസ്റ്റ് റൂം സൗകര്യങ്ങളുണ്ട്, ബാത്റൂം സൗകര്യങ്ങളുണ്ട്, കുളിക്കാനും അതേപോലെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കുക്കിങ്ങിന് ബാർബിക്യൂ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ വിറകുകളൊക്കെ ശേഖരിച്ചിട്ട് ബാർബിക്യൂ പോലെ സെറ്റാക്കാനുള്ള ചെറിയ കൗണ്ടറുകൾ വരെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ക്യാമ്പ് സൈറ്റാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പഴയ തടി കൊണ്ടുള്ള ബിൽഡിങ്ങുകളാണ്, പണ്ട് കാലത്തെ ബിൽഡിങ്ങുകളാണ്. ഏകദേശം ഒരു 70-80 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് മൊത്തം ഞാൻ കണ്ടത്. ഒരു 2-3 ബിൽഡിങ്ങുകളുണ്ട് ഇതിനകത്തിൽ. അതേ ഉള്ളൂ ഇവിടെ. ബാക്കി ഫുൾ ഇങ്ങനെയുള്ള ഓപ്പൺ ഏരിയകളാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് ചെയറുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇരുന്ന് ചില്ലാവാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ആ റിവറിൽ നിന്ന് നമുക്ക് മീൻ പിടിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാകാൻ വേണ്ടി കുറച്ച് നേരം റിലാക്സ് ആകാൻ വേണ്ടി ഇരുന്നു. പിന്നെ മീൻപിടുത്തം തുടങ്ങി. മീൻപിടുത്തം കുറേ നേരം നമ്മൾ ട്രൈ ചെയ്താണ് മീൻ സെറ്റായത്. ഇവിടെ ഈ മീൻപിടുത്തം എന്ന് വെച്ചാൽ നമുക്ക് ക്ഷമയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഈ മീൻപിടുത്തം. കുറേ നേരം മണിക്കൂറുകൾ ഇരുന്നാലായിരിക്കും ഒരു മീനെ കിട്ടുന്നത്. അപ്പം ഈ റിവർ വലിയ റിവറാണ്. ചെറിയ റിവറൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് പെട്ടെന്ന് മീൻ പിടിക്കും. ഇതൊരു വലിയ റിവറാണ്. അതിനകത്തിൽ നമ്മൾ കുറേ നേരം ഇരുന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ബോട്ടിലൊക്കെ പോയിട്ട് ഉള്ളിലേക്ക് പോയിട്ട് പിടിക്കുമ്പം കുറച്ചുകൂടെ കിട്ടും. ഞാൻ പിന്നെ മാക്സിമം ഉള്ളിലേക്ക് കാസ്റ്റ് ചെയ്ത് നോക്കി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു മീനെ കിട്ടാൻ വേണ്ടി. അങ്ങനെ കുറേ നേരം നോക്കി ട്രൈ ചെയ്താണ് സെറ്റായത്. അങ്ങനെ പിന്നെ ഭയങ്കര വൈബാണ് കേട്ടോ. നല്ലൊരു വൈബാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പിന്നെ ഇതാ കണ്ടില്ലേ, ആ മേളിൽ കൂടെ വണ്ടി പോകുന്നത് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫുകളാണ് കേട്ടോ. അവിടുത്തെ സ്റ്റാഫുകൾ, ക്ലീനിങ് ഒക്കെ ഉള്ള സ്റ്റാഫുകളാണ് ആ വണ്ടി പോകുന്നത്. പിന്നെ അടിപൊളി ഒരു വൈബാണ്. നല്ലൊരു സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഇവിടുന്ന് പോകാനേ തോന്നത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക്, കാരണം കിളികളുടെ ശബ്ദവും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു വൈബാണ്. അപ്പോൾ കുറേ നേരം മീൻപിടുത്തമൊക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ പോയി. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ ബാർബിക്യൂ മസാലയൊക്കെ ഉണ്ടായിരുന്നു. മീൻ സെറ്റാക്കിയിട്ട് മസാലയൊക്കെ ഇട്ട് അവനെ ബാർബിക്യൂ കയറ്റി
കുറച്ച് വിറകുകളൊക്കെ ശേഖരിച്ച് അവിടെ നിന്ന് വിറകുകളൊക്കെ ശേഖരിച്ചിട്ട് ബാർബിക്യൂ കയറ്റി അങ്ങനെ അപ്പോഴേക്കും വൈകുന്നേരമായിട്ട് പിന്നെ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ചില്ലായി. എൻ്റെ കൂടെ ഒരു കോഴിയുണ്ട് കേട്ടോ, കോഴിയും കാണിക്കാം. അതും കൂടെ സെറ്റാക്കി ഇപ്പോഴത്തെ ഇഷ്ടം പോലെ ഫുഡിൻ്റെ ബഹളമായി. ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കണ്ടേ, പയ്യെ കഴിച്ച് തീർക്കാൻ വിചാരിച്ചു. ഇതിപ്പം മീൻ ഇങ്ങനെ ബാർബിക്യൂവിൽ നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഗ്യാസിൽ കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഈ ബാർബിക്യൂവിൽ നമ്മൾ ഫിഷ് കുക്ക് ചെയ്യുമ്പോൾ കേട്ടോ. കാരണം ആ പുകയൊക്കെ അടിച്ചിട്ട് നാച്ചുറലായിട്ടുള്ള ആ ചുളികമ്പിൻ്റെയൊക്കെ ആ വിറകിൻ്റെയൊക്കെ ആ ഒരു പുകയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഉള്ള സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് കഴിച്ച് തന്നെ ഒരു ഫീൽ ചെയ്ത് ചെയ്യണം. നമ്മൾ വീട്ടിലൊക്കെ മീൻ മേടിക്കുമ്പോൾ ഇടയ്ക്ക് ചുമ്മാ ഇതുപോലെ സെറ്റപ്പ് ആക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ഇത് കഴിച്ച് മസാലയൊക്കെ പിടിച്ച് അങ്ങനെ നല്ലതുപോലെ അടിപൊളിയായിട്ട് കുക്കായി സെറ്റായിട്ട് വന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം സംഭവം സെറ്റാണ്, പൊളിയാണ്. അതിൻ്റെ കൂടെ ഒരു കോഴിയുണ്ട്, അതിനെ ഒന്ന് സെറ്റാക്കിയെടുത്ത് കോഴി ചുട്ട് റെഡിയാക്കി റെഡിയായി. എല്ലാം കൂടെ ആയപ്പോഴത്തേനും അടിപൊളിയായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു, സൂപ്പർ ദിവസമായിരുന്നു കേട്ടോ. ഇതേപോലത്തെ ഞാനൊരു 2-3 ദിവസം കൂടെ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസ് നമുക്ക് വീണ്ടും ചെയ്യാം. കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി ഇരുന്നു. അങ്ങനെ അവിടെ മരത്തിൻ്റെ ചുട്ടിൽ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് നല്ല കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയത് പോലും അറിഞ്ഞില്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേനെ ഉറങ്ങിപ്പോയി. കുറച്ച് നേരം ഡ്രോണൊക്കെ പറത്തി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. ബൈ.